വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബേസിക് ന്യൂമറിക്കൽ സ്കില്ലിൻ്റെ എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, Ravi obtained 70 and 75 marks in the first two unit tests. Find the minimum marks he should get in the third test to have an average of at least 60 marks. First two unit exam രവിക്ക് 70 and 75 മാർക്ക് ലഭിച്ചു. തേർഡ് എക്സാമിൽ ആവറേജ് 60 മാർക്സ് ലഭിക്കാൻ രവിക്ക് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്സ് കണ്ടെത്തുക. അപ്പോൾ രവിക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 70 പ്ലസ് 75. തേർഡ് എക്സാം ആകുമ്പോൾ നമുക്കതിന് എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എത്ര എക്സാമിനാണ് ആവറേജസ് കിട്ടുന്നത്? 3 = 60. നെക്സ്റ്റ് 70 പ്ലസ് 75 ആഡ് ചെയ്യുന്നു. 145 plus x divided by 3 = 60. 145 plus x = 60 into 3. 145 plus x = 180. x = 180 minus 145 = 35. ആവറേജ് മാർക്സ് തേർഡ് എക്സാമിലുള്ള ആവറേജ് മാർക്സ് എത്രയാണ് രവിക്ക് കിട്ടുന്നത്? 35. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് ദി മെട്രിക്സ്. മെട്രിക്സിലെ ഡിറ്റർമിനൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. A = 478 - 900 2 3 4. ഇതിൽ നിന്ന് എ മെട്രിക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മെട്രിക്സ് A = 4 7 8 -2 0 0 2 3 4. മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വാല്യൂ ഇവിടെ നോക്കുക, 4. ഈ 4 റോയിലും ഈ കോളത്തിലും വരാത്ത ബാക്കി വാല്യൂ നോക്കുക. ഇതൊക്കെയാണ് 0 0 3 4 മൈനസ് നെക്സ്റ്റ് വാല്യൂ ഇവിടെയാണ് 7ൻ്റെ ഈ റോയും ഈ കോളം പെടാത്ത സംഖ്യ ഏതാണെന്ന് നോക്കുക. -9 0 2 4. നെക്സ്റ്റ് +8. ഈ റോയും ഈ കോളവും പെടാത്ത സംഖ്യ ഏതാണെന്ന് നോക്കുക. -9 0 2 3. നെക്സ്റ്റ് 4. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുക. 0 × 4 0 -3 × 0 0 -7 -9 × 4 -36 -2 × 0 0 +8 -9 × 3 -27 -2 × 0 0 4 × 0 -7 into -36 -0 -36 +8 into -27 4 × 0 0 minus into minus plus 7 into 36 256 plus into minus 8 into 27 216. Next 252 minus 216 36. Next question, solve 4x plus 2y minus 32 is equal to 2. 3x plus 4y minus 2z is equal to 10.
and 2x minus 5y is equal to 5 using simultaneous equation method. നമുക്ക് ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. 4x plus 2y minus 32 is equal to 2. Second equation 3x plus 4y minus 2z is equal to 10. Next 2x minus 5y is equal to 5. ഫസ്റ്റ് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വരുന്ന ഇക്വേഷൻസ് എഴുതാം. 4x plus 2y is equal to 2 plus 32. 4x plus 2y is equal to 34. ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ന് കൊടുക്കാം. ഈ ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 4x by 2 2x plus 2y by 2 1y y is equal to 34 by 2 17. Equation number 2. Next equation 2x minus 5y is equal to 5. ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എഴുതുന്നു 2x minus 5y. ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുകയാണ്. മൈനസ് 10 ഇട്ടു. 2x പ്ലസ് y ഇസ് ഇക്വൽ ടു, ഇവിടെ വാല്യൂ എത്രയാണ് 5 മൈനസ് ഈ വാല്യൂ എത്രയാണ് 17. ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിളായ രീതിയിലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഒഴിവാക്കാൻ 2x മൈനസ് 5y മൈനസ് 2x പ്ലസ് ഇൻറ്റു മൈനസ് y ഇസ് ഇക്വൽ ടു 5 മൈനസ് 17 മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 12. നെക്സ്റ്റ് 2xും മൈനസ് ചെയ്യുമ്പോൾ എന്താവും 0 ആകും. മൈനസ് 5yയും മൈനസ് 1yയും ആഡ് ചെയ്യുമ്പോൾ മൈനസ് 6y ഇസ് ഇക്വൽ ടു മൈനസ് 12. y ഇസ് ഇക്വൽ ടു മൈനസ് 12 ഡിവൈഡഡ് ബൈ മൈനസ് 6 ഇസ് ഇക്വൽ ടു പ്ലസ് 2. y ഇസ് ഇക്വൽ ടു 2. നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 2x പ്ലസ് മൈനസ് 5y ഈസ് ഇക്വൽ ടു 5 എന്ന ഇക്വേഷൻസിൽ നമുക്ക് വൈയുടെ വില സ്റ്റാർട്ട് ചെയ്യാം. 2x മൈനസ് 5 ഇൻറ്റു വൈയുടെ വില നമുക്കിവിടെ എത്ര കിട്ടി, വാല്യൂ 2 ഈസ് ഇക്വൽ ടു 5. 2x മൈനസ് 10 ഈസ് ഇക്വൽ ടു 5. 2x ഈസ് ഇക്വൽ ടു 5 മൈനസ് 10 ഇപ്പുറത്തെ പോകുമ്പോൾ പ്ലസ് 10. 2x ഈസ് ഇക്വൽ ടു 15. x ഈസ് ഇക്വൽ ടു 15 by 2 ഈസ് ഇക്വൽ ടു 7.5. എക്സിൻ്റെ വില 2, വൈയുടെ വില 2, എക്സിൻ്റെ വില 7.5. നെക്സ്റ്റ് തേർഡ് ഇക്വേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. 3x പ്ലസ് 4y മൈനസ് 2z is equal to 10. 3 ഇൻറ്റു എക്സിൻ്റെ വില ആരോപിക്കുന്നത് 2 പ്ലസ് എക്സിൻ്റെ വില നമുക്കിവിടെ എത്രയാണ് 7.5 ആണ്. 7.5. 4 ഇൻറ്റു വൈയുടെ വില എത്രയാണ് 2 മൈനസ് 2z is equal to 10. 3 ഇൻറ്റു 7.5 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 22.8 പ്ലസ് 4 ഇൻറ്റു 2 8 മൈനസ് 2z is equal to 10. 22.8 പ്ലസ് 8 22.5 പ്ലസ് 8 30.5 മൈനസ്
2z is equal to 10. Next, 30.5 ഈ പ്ലസ് 10 ഇപ്പുറത്തേക്കും സമ -10 ആണ്, ഇസിക്കൽ ടു -2x സമത്തിൻ്റെ അപ്പുറം പ്ലസ് 2z മൈനസ് ചെയ്യുമ്പോൾ 20.5 ഈസിക്കൽ ടു 2z. ഒന്നുകൂടി കറക്റ്റ് ഫോമുല എഴുതാം. 2z ഈസിക്കൽ ടു 20.5, z ഈസിക്കൽ ടു 20.5 divided by 2 is equal to 10.5. X is equal to 7.5, y is equal to 2, z is equal to 10.5. And 400 students who appeared for BCom degree examination. 1,500 fails in numerical skill, 1,200 fails in accountancy and 1,200 failed in informatics. 900 failed in both the numerical skills and accountancy. 800 failed in both the numerical skills and informatics. 300 failed in accountancy and informatics. 40 failed in all subjects. How many students passed all 3 subjects? 3 സബ്ജക്റ്റിന് പാസ് എത്ര സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് എഴുതാം ടോട്ടൽ സ്റ്റുഡൻസ്. ടോട്ടൽ സ്റ്റുഡൻസ് 2400 ആണ്. ഇനി ന്യൂമറിക് സ്കില്ലിന് ഫെയിൽഡ് in numerical skill. (1,500) failed in accountancy. (1,200) failed in informatics. 1,200. Next, failed in both numerical skills and accountancy. (900). Next, failed in both numerical skills and informatics. (800). Next, failed in both accountancy and informatics. (300). Failed in all subjects. (40). നെക്സ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ന്യൂമറിക്കൽ സ്കില്ലിന് ഫെയിൽ ചെയ്തിരിക്കുന്നത് 1,500 പ്ലസ്, അക്കൗണ്ടൻസി ഫെയിൽ ചെയ്തിരിക്കുന്നത് 1,200 പ്ലസ്, ഇൻഫോർമാറ്റിക്സിന് ഫെയിൽ ചെയ്ത് 1,200 മൈനസ് ബോത്ത് ന്യൂമറിക്കൽ സ്കില്ലും അക്കൗണ്ടൻസി ഫെയിൽ ചെയ്തിരിക്കുന്നത് 900 ആണ്, മൈനസ്
ന്യൂമറിക്കൽ സ്കില്ലും ഇൻഫോർമാറ്റിക്സ് ഫെയിൽ ചെയ്തിരിക്കുന്ന 800 ആണ്. മൈനസ് അക്കൗണ്ടൻസി ഇൻഫോർമാറ്റിക്സ് ഫെയിൽ ചെയ്തിരിക്കുന്നത് 300 ആണ്. പ്ലസ് ഓൾ സബ്ജക്റ്റിന് ഫെയിൽ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 40. ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1940. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് മൈനസ് ഫെയിൽഡ്. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 2400 മൈനസ് ഫെയിൽ ചെയ്തിരിക്കുന്ന ടോട്ടൽ സ്റ്റുഡൻസ് 1940 ആണ്. ഈസിക്കൽ ടു 460. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സിന് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.